ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ I&I വ്ലോഗ്സ്. അപ്പോൾ ഞാനിത് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ്. സോ എന്ത് വീഡിയോ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്കൂളിൽ പോയി വന്ന കുട്ടികൾ ലൈക്ക് ചൂട് സമയത്ത് പോയി വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ടാൻ. അല്ലേ, ടാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മുഖം കണ്ടില്ലേ, നോക്കൂ എന്ത് ടാനായിട്ട് വന്നിരിക്കുന്നത്. സോ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടാൻ റിമൂവൽ ഗോൾഡൻ ഫേസ് മാസ്ക് വിത്തൗട്ട് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഫേസ് മാസ്ക്. ഉറപ്പാണ് ഗൈസ്, അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തു, അതേ എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ ഞാൻ കറുത്തു, പിന്നെ ഞാൻ അപ്ലൈ ചെയ്തു. ആൻഡ് ഇതൊരു ഹോം റെമഡിയാണ്. ആൻഡ് ഒരു പെട്ടെന്നൊരു ടീ ടാൻ ഒരു ഫേസ് മാസ്കായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ഭയങ്കര നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുക. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ പരട്ടാൻ ഞാൻ പരട്ടാറൊന്നുമില്ല, ലൈക്ക് പരട്ടണം കേട്ടോ എല്ലാവരും. സോ ഞാൻ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ, സോ ഞാൻ വന്നോളൂ കഴിഞ്ഞ് യൂണിഫോം ഞാൻ ഇട്ട് വെച്ചേക്കണം. നമുക്ക് യൂണിഫോം മാറ്റി ഈ ഫേസ് മാസ്ക് ഇടാൻ പറ്റുന്ന കോസ്റ്റ്യൂം എടുത്ത് നമുക്ക് റെഡിയാവാം. ഓക്കെ, അതെടുക്കാം വരാട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ് മാസ്ക് യൂസ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചാൽ ഓക്കെ. സോ ഇതിന് എന്താണ് ഞാൻ ഗോൾഡൻ ഫേസ് മാസ്ക് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം ഡീ ടാൻ മാസ്ക് പോലെ നല്ല രീതിയിലാവും. സെക്കൻഡ് കാര്യം എന്ന് പറയുമ്പോൾ ഇതിനൊരു ഗോൾഡ് കളറാണ്. സോ ദാറ്റ്സ് വൈ ഐ നെയിം ഇറ്റ്. ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഗോൾഡ് കളർ കിട്ടുമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ റെസിപ്പി കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. സോ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമുക്കൊരു ബോൾ വേണം. ഇതിനകത്തേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടണമെന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ചിഷ്ട ഉണ്ടത്. മഞ്ചിഷ്ട കണ്ടോ, ഇറ്റ്സ് ഗുഡ് ഫോർ ഡീ ടാനിങ്. ഇതിൽ എഴുതിയേക്കുന്ന റെസിപ്പീനെക്കാട്ടും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് മഞ്ചിഷ്ട. സോ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. ചെറിയ ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ. ഓക്കെ, സോ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്പൂൺ ഓഫ് കോഫി പൗഡർ ആണ്. ഒരു ചെറിയ സ്പൂൺ. കോഫി കഴിക്കുന്നതിനെക്കാട്ടും ഗുണമാണ് നമ്മുടെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, കോഫി കഴിക്കുന്നതിനെക്കാട്ടും ഗുണമാണ് കോഫി നമ്മൾ മുഖത്ത് വരട്ടുന്നത്. കാരണം അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. ആൻഡ് ഓൾസോ ഡോണ്ട് മൈൻഡ് ദിസ് സവാള ആൻഡ് വെളുത്തുള്ളി ഹിയർ. ഇത് അടച്ചിട്ട് ഞാൻ വരാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് റൈസ് ഫ്ലവറാണ് കേട്ടോ. റൈസ് ഫ്ലവർ നമുക്കൊരു സ്ക്രബ്ബർ ഓക്കെ, ഞാൻ പറഞ്ഞത് റൈസ് ഫ്ലവർ നമ്മുടെ സ്ക്രബ്ബറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ലെമണാണ്. ലെമൺ ഞാൻ ആഡ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ലെമൺ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓക്കെയാണ്. സോ ദാറ്റ്സ് വൈ ഐ എം ആഡിങ് ഇറ്റ്. ഇഫ് ഇറ്റ്സ് നോട്ട് ഓക്കെ ഫോർ യു, ക്യാൻ സ്കിപ്പ് ദാറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മദർ ഡയറി ഇവിടെ തൈര് എഴുതി കൊടുക്കുക. മദർ ഡയറി നമ്മുടെ ഡൽഹി ബ്രാൻഡ് ഓഫ് ലൈക്ക് മിൽമ. ഓക്കെ, ആഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ ഗോൾഡൻ ഫേസ് മാസ്കിൻ്റെ റെസിപ്പി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇന്നലെ ഇത് റിയലി ഗോൾഡൻ കളറായിരുന്നു. ഇന്നിപ്പോൾ ഒരു കോപ്പർ കളറാണ് വരുന്നേക്കുന്നത്. പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ഇതൊരു ഗോൾഡ് കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ റിയൽ നോക്കുമ്പോൾ ഇതൊരു മഞ്ചിഷ്ട കുറച്ച് കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഈ എല്ലാ അളവിനെക്കാളും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. ഇനി ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്ലൈ സോ ഗൈസ്, നിങ്ങളെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നീ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തേ, ബിക്കോസ് ഇറ്റ്സ് സോ മെസിയർ ദാൻ ഇറ്റിംഗ്. സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഇൻക്ലൂഡിങ് ദാറ്റ് ഫുട്ടേജ്. ബാക്കിയെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടും കാണിച്ചിട്ട് പോകും. ഞാൻ ഇവിടെ നിന്നായിരിക്കും കേട്ടോ കാണിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നല്ലൊരു
ഇതുണ്ടായിരുന്നു. ഞാൻ റിയൽ ആയിട്ട് റിസൾട്ട് പറയുന്നു. ഭയങ്കരമായിട്ട് വെളുത്തിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തിട്ടില്ല, പക്ഷേ ഇന്നലെ വെളുത്തു. ഇന്നലത്തെ കണക്കേ ഓക്കെ. സോ ഞാൻ ഇനി പൊട്ടൊക്കെ മാറ്റി ഒന്ന് ഇതൊക്കെ പുരട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ. സോ ഗായ്സ്, ഞാൻ അങ്ങനെ പുരട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ആയിരുന്നു. സോ ഇത് ഇനിയിപ്പോൾ 3 മണിയായിട്ടുണ്ട്. സോ നമ്മളിത് 3:15 3:20 ഏതെങ്കിലും ആ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പോൾ 50 to 20 മിനിറ്റ്സുമാണ് ഇത് വെക്കാനായിട്ട് നമ്മളുടെ സ്കിന്നിൽ. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്യുമ്പോഴേക്കും സർക്കുലർ മോഷനിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ. കാരണം റൈസ് ഫ്ലവർ എടുത്തില്ലേ, അത് റൈസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാനല്ല, സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു റൈസ് ഫ്ലവറും വാട്ടറിൽ പാലോ തൈരോ എന്തെങ്കിലും അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസോ വാട്ടറോ അങ്ങനെ ലാക്റ്റിക് ആസിഡുള്ള കേർഡൊക്കെ നല്ലതാണ്, ഏറ്റവും നല്ലത്. സോ അതിൽ നിങ്ങൾ അത് എടുത്തിട്ട് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു കുറച്ചും കൂടി ബ്രൈറ്റ് ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഇത് വെറുതെ ഇട്ടാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ലൈക്ക് കുറച്ചും കൂടി ഒരു ഇത് വേണ്ട, ലൈക്ക് സമയമുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് അത് കുറേ ടൈമൊന്നും വെക്കണ്ട, ലൈക്ക് കുറച്ച് നേരം വെച്ചാൽ മതി. സോ ഗൈസ്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് വരാം കേട്ടോ. ഇരിക്കാൻ പറ്റണത് ശരിക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കൂടുതൽ, കാരണം ഇതങ്ങനെ ഇങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചുളിവ് വീഴും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, ചില ഭാഗം മാത്രം, അത് കുഴപ്പമില്ല. 3:20 ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ചിട്ട് കാണാം. സോ ഗൈസ്, ഇതാണ് റിസൾട്ട് എന്ന് പറയുന്ന സംഭവം. ലൈക്ക് റിറ്റലറി എന്താ ഇപ്പോൾ നടന്നതെന്ന് വെച്ചാൽ നേരത്തേക്കാളും കുറച്ചും കൂടി എനിക്ക് സ്കിൻ ബ്രൈറ്റനായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. ആൻഡ് എവറി ഡേ യൂസ് മേക്സ് ദ ബെസ്റ്റ് റിസൾട്ട്. സോ നിങ്ങൾ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.